ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു നെല്ലിക്ക വൈൻ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ 2 കിലോ നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ വേണ്ടത് നമുക്ക് ശർക്കരയാണ്. ഇത് 1 കിലോ ശർക്കരയുണ്ട്. പിന്നെ നമുക്കൊരു ഭരണി വേണം. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഭരണിയാണിത്. പിന്നെ നമുക്ക് വേണ്ടത് കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ചെറിയ ജീരകമൊക്കെയാണ്. അപ്പോൾ അതും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെല്ലിക്ക നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് 2 കിലോ നെല്ലിക്കയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ നെല്ലിക്ക കഴുകിയെടുക്കാൻ പോവാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നെല്ലിക്ക എന്തായാലും പൊടിയും അഴുക്കൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കുക. നാടൻ നെല്ലിക്കയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എനിക്കിപ്പോൾ നാടൻ നെല്ലിക്ക കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ ഒരു 3 വെള്ളത്തിനകത്ത് വെള്ളം മാറി മാറി കഴുകി 3 പ്രാവശ്യം കഴുകിയെടുത്തതാണ്. അപ്പോൾ നല്ലപോലെ ചെളിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒട്ടും വെള്ളമില്ലാതെ വെള്ളം നന്നായി കുടഞ്ഞു കളഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴും വെള്ളമില്ലാതെ തന്നെ മാക്സിമം വെള്ളം പോയ രീതിയിൽ എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് ആ ശർക്കര ഒന്ന് പൊടിച്ചെടുക്കാം. കാരണം അതിങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് വലിയ കട്ടകളായിട്ടാണ് ഇരുന്നത്. അപ്പം നമ്മളതിനെ ഇങ്ങനെ പൊടിക്കുകയാണ്. ഒത്തിരി പൊടിഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, എങ്കിലും നമുക്കതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. ഏകദേശം ഈ ഒരളവിലൊന്ന് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഭരണി എടുത്ത് വയ്ക്കാം. അതിലേക്ക് നമ്മൾ നെല്ലിക്കയൊക്കെ ഇടാൻ പോവാണ്. അപ്പോൾ വൈൻ നമുക്ക് ചെയ്യാം. നമ്മളിത് അതിനകത്തേക്ക് നെല്ലിക്ക വാരിയിടുന്നു. നമ്മളിപ്പോൾ ഇത് ഫുള്ള് അങ്ങ് ഇടില്ല, ഒരു ലെയറായിട്ടാണ് നമ്മൾ നെല്ലിക്കയൊക്കെ ഇടുന്നത്. നെല്ലിക്ക ഇടുക. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നെല്ലിക്ക വരിയിട്ടു. അതിനകത്തേക്ക് നമ്മളിനി ശർക്കര ഇടാൻ പോവാണ്. ഇപ്പോൾ ശർക്കരയാണെങ്കിലും നമ്മൾ ഫുള്ളിടില്ല. ചില സ്ഥലങ്ങളിൽ ശർക്കര എന്നല്ല വെല്ലം എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുന്നത് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ശർക്കര എന്നാണ് പറയുക. അപ്പോൾ നമ്മളിതിലേക്ക് ശർക്കര ഇട്ടു. ഏകദേശം ഒരു 1/4 ഭാഗത്തോളം നമ്മൾ അതിനകത്തേക്ക് ഇട്ടു. അതിനുശേഷം നമുക്കിതിലേക്ക് കറുവാപ്പട്ട, ഗ്രാമ്പൂ ഒക്കെ ഇടാം. ഇത് ചെറിയ ജീരകമാണ്, അതായത് നല്ല ജീരകം. പിന്നെ കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടെ നമ്മൾ ഈ ഭരണിയിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മളത് ഫുള്ളായി ഭരണിയിലേക്ക് ഇട്ടു. നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇടുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ടതിൻ്റെ ബാലൻസ് നമ്മൾ അതിലേക്ക് വാരി ഇടുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ഒരു 3 ലെയറായിട്ട് ഇടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇടുകയാണ്. ഓക്കെ, നമ്മൾ കുറച്ചിട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ശർക്കര ഇടുകയാണ്. അപ്പോൾ ശർക്കരയും നമ്മളൊരു ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം തന്നെ വീണ്ടും നമ്മൾ അടുത്ത ലെയറിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മളൊരു 1/4 ഭാഗം ശർക്കര വീണ്ടും ഇട്ടു. ഇനി നമുക്ക് വീണ്ടും ബാലൻസ് ഇരിക്കുന്ന നെല്ലിക്ക ഇതിലേക്ക് വാരിയിടാം. അപ്പോൾ നമ്മളിപ്പോൾ ഫുൾ നെല്ലിക്ക 2 കിലോ നെല്ലിക്കയും ഭരണിയിൽ ഇട്ടു. അതുപോലെ നമ്മളുടെ ബാലൻസ് ഇരിക്കുന്ന ശർക്കരയും നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ 1 കിലോ ശർക്കര ഇട്ടു. ചിലർ 2 കിലോ നെല്ലിക്ക എടുക്കുമ്പോൾ 1.5 കിലോ ശർക്കര എടുക്കുന്നവരൊക്കെ ഉണ്ട്. മധുരം ആവശ്യാനുസൃതം നമ്മളങ്ങനെ ചെയ്താൽ മതി, നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ. ഓക്കെ, ഇനി നമ്മൾ ഇതിനേക്ക് വെള്ളം ചേർക്കാൻ പോകുന്നത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. 1 ലിറ്റർ വെള്ളം ഞാൻ തിളപ്പിച്ച് ആറി വെച്ചതാണ്. അപ്പോൾ ഇത് നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ്. ചിലർ വെള്ളം കൂടുതൽ ഒഴിക്കും, ചിലർ വെള്ളം ഒട്ടും ഒഴിക്കാറില്ല. വെള്ളം നമുക്ക് ഇത്തിരി വൈൻ ആവശ്യമുണ്ടെങ്കിൽ, കുറച്ച് വൈൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് 1 ലിറ്റർ വെള്ളം ഒഴിക്കാം. ചിലർ കൂടുതലും ഒഴിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഈ പ്രാവശ്യം നമ്മളിപ്പോൾ ഇളക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഒരൊറ്റ പ്രാവശ്യത്തെ ഇളക്കേ ഉള്ളൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സാധാരണ ആൾക്കാർ ചെയ്യുമ്പോൾ എടുത്ത് ഇളക്കാറില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒരു തുണി എടുക്കാം. 4 വശമായിട്ട് ഞാൻ അതിനെ മടക്കിയിട്ടുണ്ട്. ഒരു തുണി എടുത്ത് 4ആയിട്ട് മടക്കി നമ്മുടെ ഭരണിയുടെ മുകളിൽ ഇട്ടു. അതിനുശേഷം നമ്മളിതിനെ ഒന്ന് കെട്ടി വെക്കാൻ പോവാണ്. ഒരു വള്ളി എടുത്തിട്ട് നല്ല മുറുക്കി കെട്ടണം. ഒട്ടും കാറ്റൊന്നും ഭരണിക്കകത്തേക്ക് വരാത്ത രീതിയിൽ തന്നെ നമ്മളിതിനെ നന്നായി വലിച്ച് മുറുക്കി ഒന്ന് കെട്ടുക. കാരണം നമ്മളിനി ഇതിനെ തുറക്കാനൊന്നും പോകുന്നില്ല. 40 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിതിനെ തുറക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഇതിനെ വലിച്ച് മുറുക്കി തന്നെ കെട്ടി വെക്കണം. ചിലർ ആഴ്ചയിലൊക്കെ എടുത്ത് ഇളക്കി കൊടുക്കാറുണ്ട്. നമ്മൾ ആഴ്ചയിലൊന്നും എടുക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. നെല്ലിക്ക ആയതുകൊണ്ട് അതങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതിനെ വലിച്ച് മുറുക്കി നന്നായി കെട്ടി. ഇനി ഇതിനെ നമുക്കെടുത്ത് ഒരിടത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് മുൻപ് ഒരു വൈൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നെല്ലിക്ക കൊണ്ട് തന്നെ. അതിന് കുറച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇതാണത്. ഇതൊരു 42 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ എടുത്ത് തീർന്നു. ഇപ്പോൾ ഞാനിതിനെ ഗ്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഒഴിച്ച് കാണിക്കാം. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. വലിയ ആൾക്കാർക്കും എല്ലാവർക്കും തന്നെ വളരെ നല്ലതാണ്. ഇങ്ങനെ കുടിക്കാൻ പാടില്ല എന്നൊന്നുമില്ല, അളവനുസരിച്ച് പിള്ളേർക്കൊക്കെ നമ്മൾ കൊടുക്കുക. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക. വളരെ നല്ലതാണ്, വളരെ ടേസ്റ്റിയാണ്.
എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് സ്പീഡ് കൂടിപ്പോയെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഇതിന് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ചെയ്തതിലല്ല, ഞാൻ പറഞ്ഞതിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്